തൊഴിലിടത്തെ മാനസിക പീഡനത്തെക്കുറിച്ച് നിരന്തരം പരാതി ഉന്നയിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥ തലച്ചോറിലെ രക്തസ്രാവം മൂലം മരിച്ചു. നിരന്തരമായ ജോലി സമ്മർദ്ദമാണ് അവരെ ഇത്തരത്തിലൊരു മരണത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചതെന്ന് കുടുംബം ആരോപിക്കുന്നു. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കയർ ബോർഡിലെ കൊച്ചി ഓഫീസിലെ ഉദ്യോഗസ്ഥ ചളിക്കവട്ടം പയ്യപ്പള്ളി വീട്ടിൽ ജോളി മധുവാണ് മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് മരിച്ചത്. ക്യാൻസർ അതിജീവിതയായിരുന്ന ജോളിയുടെ ഭർത്താവ് നേരത്തെ മരണപ്പെട്ടിരുന്നു. തൊഴിൽ പീഡനത്തിനെതിരെ ജോളി നിരവധി പരാതി നൽകിയെങ്കിലും അവയെല്ലാം അവഗണിക്കപ്പെട്ടിരുന്നു. കയർ ബോർഡ് ഓഫീസ് ചെയർമാൻ, സെക്രട്ടറി, അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്നിവർക്കെതിരെയായിരുന്നു ജോളിയുടെ ആരോപണം. ബോർഡിലെ മുൻ സെക്രട്ടറി ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ മാനസികമായി പീഡിപ്പിക്കുകയും 2 വിജിലൻസ് കേസുകളിൽ പ്രതിയാക്കുകയും ചെയ്തതാണ് ജോളിയുടെ രോഗാവസ്ഥയ്ക്ക് കാരണമെന്ന് അമേരിക്കയിലുള്ള സഹോദരൻ പറയുന്നു. ഓഫീസിലെ തൊഴിൽ പീഡനം സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിനും രാഷ്ട്രപതിക്കും ജോളി കത്തയച്ചിരുന്നു. ഈ കത്തുകൾ അയച്ചതിന്റെ പേരിൽ പോലും പ്രതികാര നടപടികൾ ഉണ്ടായതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. ആന്ധ്രാപ്രദേശിലേക്ക് സ്ഥലം മാറ്റിയപ്പോൾ ക്യാൻസർ ബാധിച്ചത് കാണിച്ച് അവധിക്ക് അപേക്ഷിച്ചെങ്കിലും നിരസിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അധ്യക്ഷതയിൽ മെഡിക്കൽ ബോർഡ് മെഡിക്കൽ അവധി നൽകിയ ശേഷമാണ് അവധി അനുവദിച്ചത്. തുടർന്ന് സ്ഥലം മാറ്റം റദ്ദാക്കിയെങ്കിലും സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും കുടുംബം ആരോപിക്കുന്നു. ജോളിയുടെ മരണത്തിൽ അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ച് കേന്ദ്ര മന്ത്രാലയം ഉത്തരവിട്ടു. ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണങ്ങൾ പരിശോധിക്കാൻ 3 അംഗ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് കയർ ബോർഡ് നിർദ്ദേശം നൽകിയത്. എന്നാൽ ബോർഡിനെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചെയർമാൻ വിപുൽ ഗോയൽ വാർത്താക്കുറിപ്പിൽ പറയുന്നു. വീഴ്ച കണ്ടെത്തിയാൽ ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു.